ബോസിനകത്ത് ഇപ്പൊ ലൈവില് നമ്മുടെ ആസിഫ് അലി, ജിത്തു ജോസഫ്, അതേകണക്ക് തന്നെ അപർണ, നമ്മുടെ സീസൺ 6 മത്സരാർത്ഥിയായിട്ടുള്ള നമ്മുടെ അർജുനും എത്തിയിട്ടുണ്ട്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു ജോസഫിന്റെ പുതിയ സിനിമയുടെ ലോഞ്ചിങ്ങിനാണ് എത്തിയത്. സ്മാഷ് എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ വീട്ടിലുള്ളവരെ 5 ടീമായിട്ട് തിരിച്ചിട്ട് ഇവർക്ക് ടീസർ കാണിച്ചു കൊടുത്തു. ടീസർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ സ്വന്തമായിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 3 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനീഷിനും ഷാനവാസും ജിസേലും ആര്യനും ജിഷിനും അടങ്ങിയ ഒരു ടീം, പിന്നെ മറ്റൊരു ടീം എന്ന് പറയുന്നത് നൂറയും ആദിലയും നമ്മുടെ അബിയും പിന്നെ മറ്റേ ഒനിയനും മറ്റും അടങ്ങിയ മറ്റൊരു ടീം ഉണ്ടായിരുന്നു. പിന്നെ അക്ബറിൻ്റെതായ വേറൊരു ടീമും ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവര് വന്നതിന് ശേഷം അവരുടെ മുമ്പിൽ ഇവർ സ്വന്തമായിട്ടുണ്ടാക്കിയ തിരക്കഥ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ആ തിരക്കഥ എഴുതിയതിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അനീഷും ഷാനവാസിന്റെ ടീമിനാണ്. അവർ നല്ല ഭംഗിയായിട്ട് ഒരു ഏകദേശം അതിനോട് ചേരുന്ന രീതിയിൽ കഥ അവതരിപ്പിച്ചു. അത് മാത്രമല്ല, അനീഷിന്റെ അവതരണമാണ് ഏറ്റവും കൂടുതൽ ജിത്തു സാറിന് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ജിത്തു സാർ അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോ ഗോൾഡ് കോയിനുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി സീസൺ 6 ഫിനാലയിൽ വന്ന അർജുനാണെങ്കിൽ നമ്മുടെ അന്ന് തന്നെ ജിത്തു ജോസഫ് ആണെങ്കിൽ ഒരു ഓഫർ കൊടുത്തിരുന്നു, ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കൊടുത്തിരുന്നു. ആ അവസരം ഈ വർഷത്തെ ബിഗ് ബോസിനകത്ത് വന്ന് ആ ലോഞ്ചിങ്ങും അതും അർജുന്റെ പുതിയ സിനിമയുടെ പ്രവേശനം ഒരുമിച്ച് ഇത്തവണ ഇതിലൂടെ തന്നെ ബിഗ് ബോസ് നടത്തി കാണിച്ചു. അപ്പം ജിത്തു ജോസഫ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അടുത്ത തവണ ഇതുപോലെ ഇതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതേപോലെ ഒരു സിനിമയുടെ ലോഞ്ചുമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ജിത്തു ജോസഫ് പറയുന്നുണ്ട്. പിന്നെ ആസിഫ് അലിയൊക്കെ പറയുന്നുണ്ട് പുറത്ത് നിങ്ങളെ ഭയങ്കരമായ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ ഡയലോഗും വെളിയിൽ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി നേടിയിട്ടുണ്ടെന്നും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ആസിഫ് അലി നമ്മുടെ വീട്ടിലുള്ളവർക്ക് പറയുന്നുണ്ട്. പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും അവർക്ക് പറയാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവർ പറയുകയും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇപ്പം ബിഗ് ബോസിൽ ആ ലോഞ്ച് സിനിമയുടെ സ്മാഷ് എന്ന് പറയുന്ന സിനിമയുടെ ലോഞ്ചിങ് കഴിഞ്ഞു, ടീസറും അതിനകത്ത് കാണിച്ചു കഴിഞ്ഞു.